പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ തടയരുതെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന് SIR നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. തെരഞ്ഞെടുപ്പ് നടപടികൾ നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ്. ഇരു കമ്മീഷനുകളും സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. SIR നടപടികൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടിയിരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പും SIR-ഉം തമ്മിൽ ബന്ധമില്ല എന്നും കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. കേരളത്തിൽ SIR നടപടികൾ നീട്ടിവെക്കണമെന്ന ഹർജികൾ ഇന്നിപ്പോൾ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് കമ്മീഷന്റെ സത്യവാങ്മൂലം. നവംബർ 21-ന് പരിഗണിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകൻ ഹാജരായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗം കൂടി കേട്ട ശേഷം ഈ ഹർജികളിൽ ഒരു തീരുമാനം എന്നുള്ളതായിരുന്നു സുപ്രീം കോടതി അന്ന് വ്യക്തമാക്കിയിരുന്നത്. ഇന്നിപ്പോൾ ആ ഹർജികൾ കേരളത്തിന്റെ അടക്കമുള്ള സംസ്ഥാന സർക്കാരിൻ്റേത്, CPI, മുസ്ലിം ലീഗ്, അങ്ങനെ വിവിധ പ്രതിപക്ഷ പാർട്ടികൾ, ഇവരുടെ എല്ലാം ഹർജികൾ, ചാണ്ടിയുമ്മൻ MLA-യുടെ അടക്കം ഹർജിയുണ്ട്. അത് കക്ഷി ചേരാനായി അപേക്ഷ നൽകിയിട്ടുണ്ട്. അതിനൊക്കെ ഒരു തീരുമാനം ഇന്ന് എടുക്കേണ്ടിയിരുന്നതായിരുന്നു. ഇന്നിപ്പോൾ അതിനെ സംബന്ധിച്ച ഹർജികൾ പരിഗണിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടിയിരുന്നതായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകൻ ഇന്ന് ഹാജരാകേണ്ടതായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗം പറയാനായിട്ടാണ് അന്ന് നവംബർ 21-ന് ഈ കേസ് മാറ്റിവെച്ചത്. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സത്യവാങ്മൂലം വന്നിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന് SIR നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യവാങ്മൂലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടപടികൾ അല്ലെങ്കിൽ SIR നടപടികൾ, തെരഞ്ഞെടുപ്പ് നടപടികളെല്ലാം നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ്. ഇരു കമ്മീഷനുകളും സഹകരിച്ചാണ് ഈ നടപടികളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. SIR നടപടികൾ നിർത്തിവെക്കണമെന്ന ആവശ്യം ഉയർത്തുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുവെങ്കിൽ അതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടിയിരുന്നത്. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പും SIR-ഉം തമ്മിൽ ബന്ധമില്ല എന്നും കൂടി സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ ഹർജികൾ, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സംസ്ഥാന സർക്കാർ കേരളം നൽകിയ ഹർജികൾ പരിഗണിക്കാനിരിക്കുന്ന ഈ സമയത്താണ് കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപടികൾ തടയരുതെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് സുപ്രീം കോടതിയിൽ.